ഹലോ ഗൈസ്, വെൽക്കം ടു ഡോണ ടോക്കീസ്. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് കൊറൈൽ ലേഹോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അവിടെയുള്ള ഹാർബറിന്റെ അടുത്താണ്. ഇവിടെ ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് മൊത്തം ബോട്ടുകളാണ്. ഈ ഒരു പ്രദേശത്തെ ബോട്ട് നന്നാക്കുന്ന കമ്പനിയാണ്. അപ്പൊ നമുക്ക് ഹാർബർ ഒന്ന് വിസിറ്റ് ചെയ്താലോ? ഓക്കെ ഗൈസ്, നമുക്ക് തുടങ്ങാം. നമ്മള് ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ശരിക്കും എനിക്കിത് കണ്ടപ്പോൾ തന്നെ അത്ഭുതം തോന്നി. ഒരു ദിവസം മൊത്തം എടുത്തിട്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട് ഇവിടെ. ശരിക്കും ഇതൊരു ബീച്ച് ലെവൽ സെറ്റപ്പാണ്. ആൻഡ് ഇവിടെ വിനോദസഞ്ചാരത്തിനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നല്ല വെയിലാണ്. ഞാൻ നല്ല അടിപൊളി ഡ്രസ്സൊക്കെയാണ് ഇട്ടായിരുന്നത്. പക്ഷെ ഈ വെയിലിന്റെ തീവ്രത കൊണ്ട് ഞാൻ കത്തിക്കരിഞ്ഞ് ടാനടിച്ച് ഒരു രക്ഷയില്ലാണ്ടായി. അപ്പോ പിന്നെ ഒരു ഷർട്ട് എടുത്തിട്ടു. നമ്മുടെ സൺസ്ക്രീനിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റും ക്രോസ് ചെയ്തു. ദെൻ നമ്മള് ഹാർബറിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ നമുക്ക് കാണാം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ശരിക്കും ഇവിടെ തന്നെയായിട്ട് ഒരു പോർട്ടിഗോ ഓട്ടോമോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇതിന്റെ എൻട്രൻസ് എന്ന് തോന്നുന്നു. പിന്നെ കംപ്ലീറ്റ് ബോട്ടാണ് കേട്ടോ. ബോട്ട്, സ്പീഡ് ബോട്ട്, ഫേറി അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ടൈപ്സ് ഓഫ് ബോട്ടുകളുണ്ട് ഇവിടെ. ഇതൊക്കെ പായ് കപ്പലുകളാണ്. കണ്ടോ അവിടെ മീനുകളൊക്കെ ഉണ്ട് ഗൈസ്. ഇത് വലിയ ഒഴുക്കില്ലാന്ന് തോന്നുന്നു. കാരണം അവിടെ ഒരു പാലം കെട്ടിയിട്ടുണ്ട്. ആ പാലത്തിൽ നിന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒഴുക്കില്ല, അതുകൊണ്ടാണ്. ഒരു ഭാഗത്ത് അടച്ചിട്ടേക്കുവാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് അത് കൂടെ പോവായിരുന്നു. ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ബോട്ടിന്റെ മെക്കാനിക്കൊക്കെ നടത്തുന്ന ഒരു വലിയ പ്രദേശമാണ്. അവിടെ ബോട്ട് മെക്കാനിക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ ഒരു പ്രദേശത്ത്. ഒരു പ്രദേശം കണ്ണെത്താ ദൂരത്ത് എല്ലാം ഇതുപോലെ ബോട്ടുകൾ തന്നെയാണ്. നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് സൈക്കിൾ എടുത്തൊന്നു പോകാം, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ തീർന്നു. അത്യാവശ്യം അത് കുറച്ച് ഷെയ്ക്ക് ഉണ്ട്. കുറച്ചല്ല, നന്നായിട്ട് ഷെയ്ക്ക് ഉണ്ട്. പക്ഷെ ഷെയ്ക്ക് ഇല്ലാണ്ട് പ്ലേസ് ചെയ്ത് ഞാൻ അത് പരമാവധി എടുക്കാം. എന്റെ അത്ര ഉള്ളൊരു ടയർ കണ്ടോ. നമ്മളിതിന്റെ താഴെ നിൽക്കുന്നത്. ഇപ്പൊ മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ നോക്കണം. കണ്ടോ, ഞാൻ ഈ ടയറും തമ്മിൽ വലിയ വലിപ്പ വ്യത്യാസമൊന്നുമില്ല. ഈ കണ്ണീര് പോലെയുള്ള വെള്ളത്തിൽ താഴെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മീനുകളെ കാണാൻ പറ്റും. എന്തോരം മീനുകളാണെന്നറിയോ ഇവിടെ. Guys, this is a beautiful spot. Oh, I have never seen this type of boat. Then 150ഓളം അല്ലെങ്കിൽ 150 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ ബീച്ചസ് ആണ്, വൈറ്റ് സാൻഡ്സ് ആണ്. ആൻഡ് wow, it's amazing. നോക്ക്, ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര റിഫ്രഷിങ് ആണ് ആക്ച്വലി. നമ്മൾ ഒരു പോർട്ടിലാണ്, ബട്ട് ഭയങ്കര വെയിലൊന്നുമില്ല. ഇറ്റ്സ് നോർമൽ, ഒരു നോർമൽ ക്ലൈമറ്റ് ആണ്. പിന്നെ മസ്റ്റ് വെയർ ഇൻ സൺഗ്ലാസസ്, അല്ലെങ്കിൽ നമുക്ക് തലവേദന ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് ഐ ലവ് ഇറ്റ്. ഞാൻ പലാമോസിൽ പോയിട്ടുണ്ട്. സോ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടെ. ആക്ച്വലി കമ്പാരിറ്റീവ്ലി ഐ ലവ് ദിസ് സ്പോട്ട്. വാവ്. പിന്നെ ഇവിടെ സച്ച് എ ബ്യൂട്ടിഫുൾ ഒരു ഐലാൻഡ് ഉണ്ട്. ആൻഡ് അവിടെ കുറെ ലോബോസ് ഉണ്ട്. ദെൻ നമ്മൾ ഇന്നലെ പോയിരുന്നു. സോ നമുക്ക് കാണാൻ കഴിയില്ല, അത് ഒളിച്ചിരിക്കുക. ആൻഡ് നമുക്ക് എവിടേക്ക്, ഏത് ഐലൻഡിലേക്ക് പോവാനാണെങ്കിലും അവിടെ ഒരുപാട് ഫെയറീസ് ഉണ്ട്. ആൻഡ് വാട്ടർ ടാക്സി അവൈലബിൾ ആണ്. ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്ലേസിൽ കുറച്ച് സ്പീഡ് ബോട്ട് അങ്ങനെയുള്ള
ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും ആക്ച്വലി ഇത് വേർത്ത് ആണ്. ഏതെങ്കിലും ഐലാൻഡിൽ പോയി കാണുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് അമേസിങ് തിങ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ക്ലൈമറ്റ് ആൻഡ് ഒരു വാവ് അവസ്ഥ. ബോട്ടിനെ കുറിച്ചുള്ള കുറേ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇച്ചായനുണ്ട്. ഇനി നമുക്ക് ബോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഇവിടെ എല്ലാം ടൂറിസത്തിനെ ബാധിച്ച് നിൽക്കുന്ന ബോട്ടുകളാണ്. എല്ലാം ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള ബോട്ടുകളാണ് ഈ സൈഡിൽ മൊത്തം കിടക്കുന്നത്. ഇതൊക്കെ ടാക്സി, ഈ ആദ്യം കിടക്കുന്ന സാധനങ്ങളൊക്കെ ടാക്സിയാണ്. ടാക്സി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എവിടെയെങ്കിലൊക്കെ കൊണ്ടുവന്ന ആക്കാം. വെറുതെ ഒരു ടാക്സി ലുക്ക് എന്നുള്ള രീതിയിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേന് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് ഇതിൻ്റെ അതേ മോഡൽ തന്നെ, പക്ഷേ വേറെ ഡിസൈൻ എന്നുള്ളൂ. വള്ളമൊക്കെ ഏകദേശം ഒരുപോലെയാണ്. ഒരു വി ഷേപ്പ് വള്ളമുള്ള ഒരു ബോട്ടാണിത്. അത്യാവശ്യം സ്പീഡും പെർഫോമൻസും ഉണ്ട് അതിനൊക്കെ. അത് ശരിക്കും ആൾക്കാരെ കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ. അത് നോർമൽ എൻജിൻ വെച്ചിട്ട് പെട്രോൾ എഞ്ചിനോ ഡീസൽ എഞ്ചിനൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന സാധാരണ ബോട്ടുകൾ. പക്ഷെ ഇവിടെ കിടക്കുന്ന ഈ സാധനം വാങ്ങിക്കാനായിട്ട് കുറച്ച് കാശ് ചിലവാക്കും. പക്ഷെ അത് കൊണ്ട് നടക്കാനായിട്ട് ചിലവ് വളരെ കുറവാണ്. എവിടെങ്കിലൊക്കെ കെട്ടിയിടാൻ സാധനത്തിന് ഒരു കുഴപ്പമില്ല. എവിടെയെങ്കിലും അത് പായ്ക്കപ്പല്ല, അത് മൊത്തം പോണത് വിൻഡ് പവറിലാണ്. പക്ഷെ പണിയെടുത്താൽ മാത്രമേ അത് പോവുള്ളൂ. നല്ല ആരോഗ്യം വേണം. വിൻഡിനനുസരിച്ച് ആ വിൻഡ് എങ്ങോട്ടാ പോണതിനനുസരിച്ച് നമ്മൾ സർഫിങ് ഒക്കെ ചെയ്യണ പോലെ വിൻഡിനനുസരിച്ച് നല്ല സ്പീഡിൽ പോകും സാധനം. അത് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകും. അതിനെ വിൻഡിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 റൂമൊക്കെ ഉണ്ടാവും. കിച്ചൺ ഉണ്ടാവും, റൂം ഉണ്ടാവും, സ്റ്റോറേജ് ഉണ്ട്, ഫ്രീസർ ഉണ്ട്, പരിപാടികളെല്ലാം ഉണ്ട്. ജനറേറ്റർ വെച്ചിട്ടായിരിക്കും മൊത്തത്തിൽ ഫ്രീസറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ കണ്ടാ പറയില്ലല്ലോ ഇത്രയും ഇതുണ്ടെന്ന്. അതായത് ഇതിപ്പോ നോക്കുക, ആ ബോട്ടിന്റെ 2 സൈഡിൽ ആണ് ഉള്ളത്. 2 സൈഡിൽ 2 സ്റ്റെപ്പ് ഉണ്ട് കണ്ട. അതിൻ്റെ ഉള്ളിൽ പണി നടക്കാണ്. അപ്പൊ അതിന്റെ നടുക്ക് വെള്ളം പോകണണ്ട. അതിന്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ അറിയാം. ഫോർത്ത് ചാർട്ടർ എന്ന് പറഞ്ഞ് അത് കണ്ട അത് നോക്കാം. അപ്പം ഇത് രണ്ടും ഏകദേശം ഒരു കമ്പനിയുടെ തന്നെയാണ്, ഒരാൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇതിപ്പം കറണ്ട് കുത്തി അവിടെ നിന്ന് കറണ്ട് എടുത്തിട്ട് വർക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ പണി നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ആ ഒരു മഞ്ഞ കണക്ഷൻ, ഇങ്ങനെ ഒരു കറുത്ത കേബിൾ അതിലിങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ നോക്ക്, ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് കണ്ടുകൊണ്ടാണ്. ഇതിപ്പോൾ ഈ കാണുന്ന സാധനമല്ലേ, ഇത് ഇവിടുന്ന് ഇവിടം വരെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് അതിന്. അതിന്റെ വീതി എന്താന്ന് പറയുക, ഇങ്ങനത്തെ ഒന്നുമില്ല. ഈ ഫൈബർ വളരെ ചെറിയ കട്ടിയിൽ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇരുമ്പിനേക്കാൾ ശക്തിയുള്ള സാധനമാണ് ഫൈബർ. ഇരുമ്പിനേക്കാൾ ഭാരം കുറവും ഇരുമ്പിനേക്കാൾ കാഠിന്യമുള്ളതാണ് ഫൈബർ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഗ്യാപ്പാണ്. അത് കുഞ്ഞിതാണ്. ആ കാണുന്നത് കുഞ്ഞൊരു ബോട്ടാണ്. ആ കാണുന്നത് ഇതൊരു കുഞ്ഞു ബോട്ടാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ചിലപ്പം അവിടെ ഒരു ഇതിന്റെ സാധനം ഫോട്ടോ വെച്ചാൽ അവിടെ ഇതൊരു ബാത്റൂം ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ബെഡ്റൂം അങ്ങനെ ആയിരിക്കും. അതിന്റെ ഇപ്പുറത്തെ സ്റ്റിയറിംഗ് വീൽ ഒക്കെ ഓപ്പൺ ആയിട്ട് വെച്ചാണ്. അപ്പൊ മറ്റതൊരു റൂമായിട്ട് തന്നെ വെച്ചാണ്. സ്റ്റിയറിംഗ് വീൽ, ഇതാണ് സ്റ്റിയറിംഗ് വീൽ, ഈ കാണുന്നത്. ആ കസേര ഉണ്ട് അവിടെ. അതപ്പോൾ അവിടെ പുറത്തിരുന്ന കൺട്രോൾ ചെയ്യുന്നത്. അത് മാത്രം പോരാ, ഒരാൾ മാത്രമായിട്ട് ഈ ബോട്ട് കൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രം പോകാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 2-3 പേരെങ്കിലും മിനിമം വേണം, 4 പേരെങ്കിലും മിനിമം വേണം. കാരണം ഈ പായ്ക്കപ്പലിന്റെ വള്ളി വലിച്ചു കെട്ടണം. പിന്നെ ഇത് കൊടി ഇറക്കേണ്ട സമയത്ത് പെട്ടെന്ന് കൊടി ഇറക്കണം, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാറ്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് മാറി കഴിയുമ്പോൾ കൊടി ഇറക്കിയെങ്കിൽ കൊടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ചെയ്യണം. നല്ല സ്പീഡിൽ പോകും സാധനം. പിന്നെ അധികം ഇതൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും കരയിലേക്ക് അടുപ്പിക്കാൻ കുഞ്ഞൊരു എഞ്ചിൻ എവിടെയെങ്കിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പം അത് വെച്ചിട്ട് കരയിലേക്ക് അടുപ്പിക്കുക അവര്. അത് മാത്രമല്ല, ഈ സാധനത്തിൽ ആ ഇല്ലേ, ഇത് കണ്ടോ, ഇങ്ങോട്ട് വാ കാണിച്ചു തരാം. ഇതൊരു സൂത്രം കാണിച്ചത്. ഇത് ഈ ബോട്ടിൽ മുകളിൽ ഇരുന്നിട്ടാണ് കൺട്രോൾ ചെയ്യണേ. അതിന്റെ വീല് മുകളിലാണ്, ടെറസിന്റെ മുകളിൽ. അപ്പൊ അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യണം. അപ്പൊ അതനുസരിച്ച് ഇത് കെട്ടാനും അങ്ങോട്ട് പിടിക്കാനൊക്കെ പഠിക്കണം. ഇതിന്റെ ഉള്ളിൽ ഇതുണ്ട്. ഈ സൈഡിൽ ഇതിന്റെ 2 ഡെപ്തിലും മിക്കവാറും 2 റൂം കാണും. ഈ സൈഡിൽ ഇവിടെയും 2 റൂം കാണും. 4 റൂമുണ്ട് ഇതിന്. ആ 4 റൂമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് വിശ്വാസം ആവില്ല. ഇത് കണ്ട, ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ അവിടെ ഒരു കുഞ്ഞു ഡോറ് കണ്ട, അത് മിക്കവാറും ഒരു ബാത്റൂം ആവാനാണ് സാധ്യത. കാരണം അങ്ങനെയാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യും. ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്. എന്തായാലും ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാനും ടോയ്ലറ്റും ഉണ്ടാവും, സൗകര്യങ്ങളും ഉണ്ടാവും. അത്യാവശ്യം വെള്ളം ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് ഭക്ഷണം സ്റ്റോർ ചെയ്തൊരു പോക്ക് പോയി കഴിഞ്ഞാൽ എഞ്ചിനും വേണ്ട, പെട്രോളും വേണ്ട, ഡീസലും വേണ്ട. നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പോവാം. അത് മാത്രമല്ല, എവിടെയെങ്കിലും ശാന്തമായിട്ടുള്ള കടലിൽ അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളിൽ സാധനം നിർത്തിയിട്ട് ആ സർഫിംഗ് ബോർഡൊക്കെ ഇറക്കി വെച്ച് ആ സർഫിംഗ് ബോർഡ് വെച്ചിട്ട് നമുക്ക് അവിടെ സന്തോഷിക്കുകയും ഈ കുഞ്ഞു ബോട്ടൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്.
കുഞ്ഞു ബോട്ട് ഇത് അവിടെ മുകളിലൊരെണ്ണം ഇത് കയാക്ക് പോലെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. വേണേൽ നമുക്കൊരു കുഞ്ഞ് എഞ്ചിനും കുഞ്ഞു ബോട്ടും വേണേൽ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഉള്ളിലേക്കൊക്കെ പോയി നോക്കുകയൊക്കെ ചെയ്യാം. അതാണ് സംഭവം. എനിക്ക് തോന്നുന്നത് എനിക്ക് ഇങ്ങനത്തെ ഒരു ബോട്ട് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം പറഞ്ഞാൽ എഞ്ചിനൊന്നും ഇല്ല, വെറുതെ പെട്രോൾ അടിക്കണ്ടേ. അതേസമയം ഇത് എന്ന് വെച്ച് ഇതിന് പണിതെടുക്കാനും ഇത് കൊണ്ടുപോകാനൊക്കെ ചിലപ്പോൾ മിക്കവാറും നല്ല രീതിയിൽ കാശ് ചിലവാകും. ഇതിപ്പം എഞ്ചിനുള്ള മോഡലാണ് ഇതിൻ്റെ അകത്ത് വരുന്നതെങ്കിൽ, ഇത് വിത്ത് എഞ്ചിനാണ് വരുന്നതെങ്കിൽ ഇത് നല്ല കാശാവും. അതായത് ഒരു ഇന്ത്യയിലൊക്കെ ഞാൻ ഇതേപോലെ 4 റൂമുള്ള ഒരു യോട്ട് പണിയണത് കണ്ടതൊക്കെ ഏകദേശം 8 കോടി രൂപ അടുത്തൊക്കെ അങ്ങോട്ട് വരും ഈ സാധനത്തിന്. കാരണം അത്ര ഫിനിഷിങ്ങിന് അത്ര ക്വാളിറ്റിയിലും സാധനം പണിതും മോൾഡ് ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. പിന്നെ ഒരുപാട് ടെക്നോളജി, ഒരുപാട് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ മോളിലിരിക്കണത് കണ്ട റേമറിൻ്റെ കുറെ ഇതുണ്ട്, മറ്റേ റിസീവേഴ്സ് ഉണ്ട്, റഡാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ നല്ല വിലയാവും. ഈ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് ഇത് എവിടെയും പോകാൻ പറ്റില്ല. 8 കോടി രൂപ ഉണ്ടോ? അത്രയൊക്കെ ഉണ്ടാവും. ഇന്ത്യൻ മണി അത്രയൊക്കെ ഉണ്ടാവും. അപ്പൊ സാധാരണ ഒരു ബോട്ട് പഠിക്കണമെങ്കിൽ ഒരു ചെറിയൊരു ബോട്ട് പഠിക്കുന്ന 12 ലക്ഷം രൂപ പോരെ? അത് കുഞ്ഞു ബോട്ടുകൾ. അത് എന്ന് പറയുമ്പോ നമുക്ക് ഇത് ഇങ്ങോട്ട് വാ, നമുക്ക് കാണിച്ചു തരാം. ഈ ഒരു ബോട്ടുകളെ പറയുന്നതാണ് കാറ്റമറൈൻ എന്ന്. അതായത് 2 ഹള്ളുള്ള സാധനങ്ങളാണത്. ഈ ഷേപ്പുള്ള ഹള്ളുണ്ട്, അതാണ് നോർമൽ എല്ലാവർക്കും എളുപ്പമുള്ള. ആ വി ഷേപ്പുള്ള കാറ്റമറൈൻസ് ആണ് അത് അവിടെ കിടക്കുന്നത്. സെയിലിംഗ് ബോട്ടുകളാണ് ഇതൊക്കെ സെയിലിംഗ് ബോട്ടുകളാണ്, സെയിലിംഗ് ബോട്ടുകളാണ് എല്ലാം. ഇത് മാത്രല്ലാണ്ടത് ഒരു ഗാർഡിയ സിവിലിന്റെ ഒരു ബോട്ട് കിടക്കണുണ്ടോ, അത് പോലീസ് ബോട്ടാ. അതിപ്പോ വരുന്നതും ഒരു കാറ്റമറൈൻ, അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു മഞ്ഞ. അതൊരു കാറ്റമറൈനാണ്. അപ്പം അത് പക്ഷേ പാസഞ്ചർ ബോട്ടുകളായിട്ട് ഉപയോഗിക്കണം. അതൊക്കെ കോടികളുടെ സാധനങ്ങളാണ്. പക്ഷെ കാറ്റമറൈൻ എന്ന് പറഞ്ഞാൽ എല്ലാം പൈക്കപ്പലല്ലേ? പക്ഷെ അത് പൈക്കപ്പലല്ലോ, അത് എഞ്ചിൻ ഉപയോഗിക്കുന്നതാ. പക്ഷെ അത് ആ ഡിസൈനാണ് പറയുന്നത്. അത് ഡബിൾ ഹള്ളാണ്, രണ്ട് ഹള്ളാണ് അതിന്. ഇവിടെ ഒരെണ്ണം അവിടെ ഒരെണ്ണം. മറ്റേ നോക്ക്, അത് ഫ്രണ്ടിലൊരു ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ പ്രഷർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇട്ടേക്കണോ. അതല്ലാണ്ട് അതിന്റെ മുകളിലേക്ക് വേറെ ഒന്നും ഇല്ല. അത് ഇത്രയും നേരം കണ്ടത് ഡോക്കിലാണ്. ഡോക്കിൽ നിന്ന് നമ്മളിപ്പോ ഹാർബറിലേക്ക് പോവാണ്. ഇവിടുത്തെ മണ്ണാൻഡൊള്ളി ഹാർബർ ആണ് കേട്ടോ നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഞങ്ങളുടെ ഭാഗ്യത്തിന് മറിയില് ഒരു ഫെയറി ഉണ്ടായി. ഇനിയിപ്പോ ഫെയറിനെ കണ്ടില്ല എന്നുള്ളൊരു പരാതി വേണ്ടല്ലോ. ഞാൻ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് ഫെയറിയൊക്കെ കാണുന്നത്. നെക്സ്റ്റ് ഐലൻഡിലേക്ക് പോകാനായിട്ട് പ്രിപ്പയർ ആകുന്ന ഫെയറിനെ അടുത്ത് തന്നെ നിന്ന് കണ്ടാലോ? ഇത് ഇവിടുന്ന് അപ്പുറത്തെ ഐലൻഡിലേക്ക് പോണ ഒരു ഫെറിയാണ്. ഫെറി അതിന്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കണതാണ് സ്കാനിയയുടെ വലിയ ട്രക്കും സാധനങ്ങളൊക്കെ. ഇത് നോക്ക്, അവര് നങ്കൂർ ഇതിപ്പോ ഇവിടെ ആ വലിയ കയറ് നോക്ക്, ആ വലിയ കയറില്ലേ, ആ വലിയ കയറ് വലിച്ച് ഈ സാധനത്തെ ഇങ്ങനെ വലിച്ചിട്ട് അടുപ്പിക്കും. എന്നിട്ട് നോക്കിയോ, അത് വലിയൊരു പരിപാടി. ആ കയറിന് എന്തൊരു ഭാരമുണ്ടെന്നറിയോ? നല്ല ആരോഗ്യം ഉണ്ടാവൂല. നോക്ക്, എന്നിട്ട് ഇതൊരു മെഷീൻ വെച്ചിട്ട് വലിച്ചകത്തേക്ക് കയറ്റും കയറ്. കണ്ട, ഈ സാധനം ഫ്രണ്ട് പൊന്തിച്ചിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് കയറണേ. ഇത് അടുപ്പിച്ച് വലിച്ചു കയറ്റി അവിടെ ഇത് വലിച്ച് ക്രെയിം വെച്ച് വലിച്ച് ടൈറ്റ് ചെയ്തു. ക്യാപ്റ്റനാ? അതന്നെ ക്യാപ്റ്റൻ, അയാളാണ്. ഇപ്പൊ കയറ് വെച്ച് ടൈറ്റ് ചെയ്ത് വലിച്ച് പിടിച്ചെടുത്ത. കാരണം വണ്ടികളൊക്കെ കയറുമ്പോഴേ കൂലിങ്ങാണ്ട് നിക്കണ്ടേ, പടപടയെന്ന് പറഞ്ഞു വലിഞ്ഞിറങ്ങും. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയാണ് അതിപ്പോ ജോയിന്റ് ആവും അവിടെ. അവൻ കൈ പിടിച്ചോണ്ട് നിൽക്കണ കണ്ട. ഫുൾ ഭയങ്കര സെറ്റപ്പുള്ള അത്യാവശ്യം വലിയൊരു ഫെറിയാണിത്. ഇതിനുള്ളിൽ കുറെ ആൾക്കാരും പോകും, കുറെ വണ്ടികളും പോകും. ഓട്ടോമാറ്റിക് ബാലൻസ് ചെയ്ത് അങ്ങോട്ട് നിൽക്കാണ്. പോട്ടാ, ഇതൊക്കെ ചെറിയ നിസ്സാര വില ഉണ്ടാവുള്ളൂ. ഒരു 10-15 ലക്ഷം രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ. അത് ആ പോണതാണ്ട, അവിടാണ് നേരത്തെ നമ്മൾ കണ്ട കാറ്റമറൈൻ. അത് മൊത്തം പോണത് ഇപ്പം എഞ്ചിനില്ല, അതിന്റെ ഉള്ളിൽ എഞ്ചിനുണ്ട്. ഇപ്പൊ എഞ്ചിൻ ചലിപ്പിച്ചോണ്ടാ പോണത്. കുഞ്ഞ് എഞ്ചിൻ വെച്ചിട്ടുണ്ടാവും, ഈ സ്പീഡിൽ തന്നെ പോകുന്നത്. ഇതും തന്നെ ഉണ്ട്, അത് ഇതേന്നുണ്ടാ. ഇതൊരു കാറ്റമറൈൻ തന്നെ. ഇതിപ്പോ എഞ്ചിനിലാ വരുന്നത്. പായൊക്കെ മടക്കി കെട്ടി കണ്ട. ഇതിൻ്റെ അകത്ത് തന്നെ നോക്ക്, ഒരു 3 പേരുണ്ട് ഇവിടുത്തെ സ്റ്റാഫ്. ഒരു ഡ്രൈവർ, ഒരു ഫ്രണ്ടില്, ഒരു ബാക്കില്,
Mira, la mejor manera de കരയിലും ഉണ്ട് രണ്ടുപേര്. salió, no sé quién se la llevó hace 5 minutos. No sé, creo que la salida a la piscina y justo salí y fui al camino para allá. Ah, vale, estaba Pablo ahí, que no se toma nada también, cara. ബോട്ട് മുട്ടിച്ച് വെച്ചേക്കണത് ഇതിപ്പോ ഇവര് കണ്ട ഇതിന്റെ ഇടയിലുണ്ട്, ഇവര് നിർത്തുന്നതിന്റെ ഇടയിലുണ്ട്. അതിങ്ങനെ ഇതുണ്ട്, ഇവിടെ വന്ന് അടിക്കും വേണ്ടി തിര വരുമ്പോ ആ സാധനം തിര വരുമ്പോൾ അടിക്കുമ്പോൾ ബോട്ടിന് ഒരച്ചിലും കേടും വരാണ്ടിരിക്കാനും പിന്നെ ഈ പാലം നശിച്ചു പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വെക്കണതാ അത്. അതിന് ബോയാന്ന് പറയണേ. അടുത്ത ടീം ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ വി ഷേപ്പ് ഹള്ളുള്ള ബോട്ടുകളാണ് ഇത്. ഫിഷിംഗ് ടൈപ്പ് ബോട്ടുകളാണ്. പക്ഷേ ഇതിനെ കൺവേർട്ട് ചെയ്ത ഫിഷിംഗ് ടൈപ്പ് ബോട്ടുകളിൽ ഒരു ആൾക്കാരെ കയറി താമസിച്ച് പോകാന്ന് വെച്ചാൽ താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇതൊന്നുമില്ല. കുറേ നാളത്തേക്ക് പോകാനുള്ള പരിപാടികളൊന്നും നടക്കില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു മണിക്കൂറിൽ 100-200 ലിറ്റർ മിനിമം ചിലവാകും പെട്രോള് ഒരു മണിക്കൂർ ഓടിക്കണേന്. ഡോക്കും ഹാർബറൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ റെസ്റ്റോറന്റ് ആക്കിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് കണ്ടു. ഇത് പണ്ട് റെസ്റ്റോറന്റ് ആയിരുന്നില്ല, മീൻ കച്ചവടം നടന്നിരുന്ന സ്ഥലമായിരുന്നു. ഇനിയിപ്പോ ഈ ഒരു പ്രദേശത്ത് ഒന്നും കാണാനില്ല. ബോട്ടിനെ കുറിച്ചും അതിന്റെ സവിശേഷതകളൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ വ്ലോഗിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഹാർബറിൽ അത്യാവശ്യം എല്ലാം എക്സ്പ്ലോർ ചെയ്തു. ഹാർബറിന്റെ ഒരു കാര്യം പറയാനായിട്ടാണെങ്കിൽ ഹാർബറിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഓരോ ഫിഷിംഗ് ബോട്ടുകൾ, അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ തന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.